ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ ഷബ്ന സിയാദ് ചേരും. ഹണി റോസിനെതിരായ പരാമർശത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ആണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, എപ്പോഴേക്കും നിലപാട് വ്യക്തമാക്കാനാണ് കോടതി അറിയിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ മാസം 27-ന് മുമ്പായി സർക്കാരിനോട് വിശദീകരണം നൽകാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് പരാതി നൽകിയ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തൃശൂർ സ്വദേശിയും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെയാണ് ഈ ഹർജി നൽകിയിരുന്നത്. ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയായിരുന്നു. ഇത് 25-ാം തീയതിക്കകം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരണം നൽകണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ അറസ്റ്റ് തടയണമെന്ന മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് കോടതി അനുവദിച്ചിരുന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനെതിരെ ഈ പരാതി വന്നെങ്കിലും ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള അറിവില്ല. ഏതായാലും ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഈ കേസ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പോലീസിനോട് കോടതി തേടിയിട്ടുള്ളത്. ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ലീഗൽ ഡെസ്കിൽ നിന്നും രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഏതായാലും നിലവിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തു എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അക്കാര്യങ്ങളിൽ കൂടിയാണ് കോടതി ഒരു വ്യക്തത തേടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.